കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയന് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇവരുടെ പ്രതിഷേധം ഒട്ടും അടങ്ങുന്നില്ല. അവരുടെ മുന്നിൽ അവർക്ക് ഉള്ള ഒരു ആയുധം ആണ് ഇപ്പോൾ ഈ മൃതദേഹം. അതുകൂടി സംസ്കരിക്കുന്നതിന് വേണ്ടിയോ പോസ്റ്റ്മോർട്ടം ചെയ്തത് വേണ്ടിയോ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രതിഷേധിക്കാൻ അവർക്ക് മറ്റൊരു ആയുധവുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ. അതുകൊണ്ടാണ് അവർ ഈ ഒരു മൃതദേഹം മുന്നിൽ വെച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധിക്കേണ്ടി വരുന്നത്. സാമാന്യമായ ഒരു സമൂഹത്തിന് ഏറ്റവും ഒരു ദയനീയമായ ഒരു അവസ്ഥയാണത്. ഒരാളുടെ മരണം ഉണ്ടാകുന്നു, ആ മരണത്തിന് ശേഷം ഒരു നീതിക്ക് വേണ്ടി മൃതദേഹം മുന്നിൽ വെച്ച് പോരാടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ മൃതദേഹം നൽകാത്തത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രജീഷിൻ്റെ മരണമായാൽ പോലും, അതോടൊപ്പം തന്നെ ഈ പറയുന്ന അജീഷ് എന്ന് പറയുന്ന ആന ചവിട്ടിക്കുന്ന പടമലയിലെ ആളായാലും ശരി, പോൾ എന്ന് പറയുന്ന പാക്കത്തെ വ്യക്തിയായാലും ശരി, ഇതെല്ലാം നമ്മൾ ഈ പ്രതിഷേധം കണ്ടതാണ്. ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ പൊതുവിൽ ഇത്തരത്തിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം പലതവണ പല രീതിയിൽ ഉറപ്പുകൾ നൽകിയിട്ടും ആ ഉറപ്പുകൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്, ലംഘിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ഈ വികാരം അല്പസമയം കഴിയുമ്പോഴേക്ക് അങ്ങോട്ട് മാറിപ്പോകുന്നു, ഉറപ്പുകളൊന്നും തന്നെ പാലിക്കുന്നില്ല എന്നതാണ് ഇവർ നിരന്തരമായി ഇവർക്കുണ്ടാകുന്ന പ്രശ്നം. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ OR കേളുവിനെ പോലുള്ള ഒരു മന്ത്രിയുടെ മുൻപിൽ അവർ ഇത്രയും ശക്തമായ ഡിമാൻഡ് വെക്കുന്നത്. ആ ഡിമാൻഡ് അംഗീകരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കൂടിയും പൂർണ്ണമായും അത് നടപ്പാക്കും എന്നൊരു ഉറപ്പ് കിട്ടുന്നത് വരെ മൃതദേഹം വിട്ടുകൊടുക്കില്ല. അത്രയും സമയം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിനകത്താണ് ഇപ്പോൾ ഈ മൃതദേഹം വെച്ച് ഇവർ സമരം ചെയ്യുന്നത്. അതിന് രാഷ്ട്രീയ ഭേദമില്ല, മറ്റേതെങ്കിലും രീതിയിൽ ആദിവാസിയാണോ എന്നോ മറ്റേതെങ്കിലും രീതിയിൽ ജാതി വീണ്ടും വൻതോതിൽ ബഹളം, വലിയ രീതിയിൽ ജനരോഷം ഉയരുകയാണ് പ്രദേശത്ത്. കമൽ തുടർന്നുള്ള വിവരങ്ങളുമായി. കമൽ, അവിടെ ഇപ്പോൾ വീണ്ടും മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധം ഉയരുകയാണല്ലോ, വിശദാംശങ്ങൾ എന്താണ് അതിന്റെ? ഇപ്പോൾ വീണ്ടും ആളുകൾ മുദ്രാവാക്യ പണികളിലേക്ക് കടന്നിരിക്കുന്നു. കുറച്ച് ആളുകൾ നേരത്തെ ഈ ഓഫീസിനകത്തേക്ക് പോയി നേതാക്കളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തീരുമാനമാകാതെ അവർ പുറത്തേക്ക് വന്ന വീണ്ടും ജനക്കൂട്ടത്തോടൊപ്പം മുദ്രാവാക്യം വിളിക്കുകയാണ്. വലിയ രീതിയിൽ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രിയദർശിനി എസ്റ്റേറ്റിലെ തൊഴിലാളികളുണ്ട്, മലയാളികളും തമിഴ് വംശജരും ഉൾപ്പെടെയുള്ള തൊഴിലാളികളുണ്ട്, പ്രദേശത്തെ നാട്ടുകാരുണ്ട്. കുറെ അധികം ആളുകൾ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തേയില എസ്റ്റേറ്റിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുണ്ട്, അവരുൾപ്പെടെയുള്ളവരുണ്ട്. നേതാക്കൾ, എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കൾ സ്ഥലത്തുണ്ട്. അവർക്ക് പക്ഷേ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകുന്നില്ല. CPI-യുടെയും CPM-ന്റെയും BJP-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളുണ്ട്. നഗരസഭ ചെയർമാനും ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. പക്ഷേ ആൾക്കൂട്ടത്തെ അത്തരത്തിൽ നിയന്ത്രിക്കാനോ പറഞ്ഞ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനോ ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ബഹളം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പ്രിയദർശിനി എസ്റ്റേറ്റ്, പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഓഫീസിന് മുൻവശത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ മരിച്ച രാധയുടെ മൃതദേഹം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ആംബുലൻസ് അടക്കം തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷേ മൃതദേഹം ഇവിടെ നിന്ന് എടുക്കാൻ ആളുകൾ സമ്മതിക്കുന്നില്ല. മാറ്റാൻ പ്രദേശവാസികൾ അനുവദിക്കുന്നില്ല.